ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേസു പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 135 സന്ദേശം. എനിക്ക് ഒരാത്മീയ ദർശനം ലഭിച്ചു. അത് ഒലിവ് മലയിൽ ഈശോയ്ക്കുണ്ടായ ദർശനം പോലെയായിരുന്നു. ആദ്യം ശാരീരികമായ സഹനം, എല്ലാ സാഹചര്യങ്ങളും അതിൻ്റെ തീവ്രത കൂട്ടി. പിന്നീട് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ആത്മീയ സഹനങ്ങൾ അതിൻ്റെ പൂർണ്ണ വ്യാപ്തിയിൽ. എല്ലാം ഈ ദർശനത്തിൽ കടന്നു വന്നു. തെറ്റിദ്ധാരണകൾ, സൽപ്പേരിന് കളങ്കം, എൻ്റെ പേര് ബലി എന്നായി. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി തീർന്നു എന്ന് പറയുന്ന പോലെ ചില ജീവിതാനുഭവങ്ങൾ സഹനത്തിൽ ജനിച്ച് സഹനത്തിലൂടെ തന്നെ മുന്നോട്ട് പോയി സഹനത്തിൽ തന്നെ ജീവിതം അവസാനിക്കുന്ന ചില വ്യക്തികളെ കാണുമ്പോൾ അവരുടെ പേര് സഹനം എന്ന് തന്നെ വിളിക്കാവുന്ന അവസ്ഥകളുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന തനിക്കുണ്ടായ അത്തരൊരു അനുഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടുമെന്ന ഈശോയുടെ വചനം നമുക്ക് ഓർമ്മിക്കാം. ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റമില്ലാത്തതാണ് അവിടുത്തെ വചനം. അങ്ങനെയെങ്കിൽ തീർച്ചയായും സഹനം നമുക്ക് ജന്മം ഉണ്ട് എന്ന് പറയുന്ന പോലെ, നമുക്ക് മരണമുണ്ട് എന്ന് ഉറപ്പിക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത, അവഗണിക്കാൻ പറ്റാത്ത, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത ഒരു ജീവിത യാഥാർത്ഥ്യമാണ് സഹനം. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകം വിശുദ്ധരുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മരുഭൂമിയുടെ അവസ്ഥ, ആത്മീയ അന്ധകാരം, ആത്മീയ വരൾച്ച എന്നിങ്ങനെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലെയുള്ള വിശുദ്ധര്, മദർ ത്രേസ്യയെ പോലെയുള്ള വിശുദ്ധര്, കൊച്ചുത്രേസ്യയെ പോലെയുള്ള വിശുദ്ധര്, ഇങ്ങനെ അനേകം വിശുദ്ധര്, വിശുദ്ധ വെറോനിക്ക ജൂലിയാനി, വിശുദ്ധ ഫൗസ്റ്റീന, വിശുദ്ധ എവുപ്രാസ്യാമ്മ, മറിയം ത്രേസ്യാമ്മ, അൽഫോൻസാമ്മ, അങ്ങനെ എത്രയെത്ര മിസ്റ്റിക്കുകൾ നമുക്ക് പരിചയമുള്ളവരൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം അത് ആത്മീയ ജീവിതത്തിലെ ഏത് മനുഷ്യനും കടന്നു പോകേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ്. ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി എന്ന് ഈശോ പറയുമ്പോൾ, ഗുരു കടന്നുപോയ അതേ വഴിയിലൂടെ തന്നെ ശിഷ്യനും കടന്നു പോകണം. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന സഹനങ്ങളെയും തൻ്റെ സഹന ബലിക്ക് ശേഷവും താൻ നേടിയവർ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വീണ്ടും ഉള്ള വേദന ഈശോ അനുഭവിച്ചതുപോലെ ഓരോ ആത്മാവും അവൻ്റെ ജീവിതത്തിലെ ഒരു ഗെത്സമൻ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അവൻ നമ്മളെ അനാഥരായി വിടുകയില്ല. തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞവൻ നമുക്ക് മുൻപേ ഉണ്ട്. അവൻ ഇമ്മാനുവേലാണ്, കൂടെ വസിക്കുന്നവനാണ്. എന്നേക്കും ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ഒരു സഹായനെ തരുമെന്ന അവൻ്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഈശോയോട് നമുക്ക് പറയാം, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.